നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഞായറാഴ്ച അർദ്ധരാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയുമായി അതിശക്തമായ മഴയും കാറ്റിനും സാധ്യതയെന്ന മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ തന്നെ ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴയാണ് എല്ലാ ജില്ലകളിലും ഉണ്ടായിരിക്കുന്നത്. രാത്രി നിർത്താതെ മഴ പെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. രാത്രിയിൽ പത്തനംതിട്ടയിലും റാന്നിയിലും ഒക്കെ പത്തനംതിട്ടയിലെ വിവിധ ഇടങ്ങളിൽ റാന്നിയിലടക്കം ആലപ്പുഴയിലും ഒക്കെ തന്നെ ജാഗ്രത നിർദ്ദേശം അറിയിച്ചുകൊണ്ടുള്ള മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം വിഷ്ണുനാഥ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നു സൂക്ഷിക്കണം, കാരണം താഴ്മയായി അപേക്ഷിക്കുകയാണ്, നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിയുന്നതും മാറി താമസിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാറി താമസിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞത്. സന്നദ്ധ സംഘടനകളുടെ സഹായം അടക്കമുള്ളവ തേടിയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അടക്കമുള്ളവ കൃത്യമായി തന്നെ ഇടപെടണം എന്ന മന്ത്രി ഉപദേശം നൽകിയിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കൃത്യമായ ഒരു ഏകോപനം നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും പല ഡാമുകളുടെ ഷട്ടറും രാത്രിക്ക് രാത്രി തുറന്നു വിട്ടത് വെള്ളം ഉയരാനുള്ള കാരണങ്ങളിൽ ഒന്നായി മാറി എന്നതുകൂടി പലരും ഊന്നി പറയുന്നുണ്ട്. എന്തായാലും 3 ജില്ലകളിലും ഇടത്തരം അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിനിടെ പത്തനംതിട്ടയിലെ മലയോര മേഖലയിൽ ജാഗ്രതാ അനൗൺസ്മെന്റ് തുടങ്ങിയിരുന്നു. പത്തനംതിട്ടയിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പും നൽകിയിരുന്നു. കക്കാടാറിന്റെയും പമ്പയാറിന്റെയും തീരത്ത് താമസിക്കുന്നവർക്കാണ് മിന്നൽ പ്രളയ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങൾ നൽകിയത്. ശക്തമായ മഴയെ തുടർന്ന് സുരക്ഷ മുൻനിർത്തി ശബരിമല തീർത്ഥാടകരെ തൽക്കാലം പമ്പയിലേക്ക് കടത്തിവിടുന്നില്ല. എരുമേലിയിലും നിലക്കയിലും തീർത്ഥാടക വാഹനങ്ങൾ പോലീസ് നിയന്ത്രിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ, അതായത് ഇന്ന് രാവിലെ സ്ഥിതിഗതികൾ നോക്കിയ ശേഷം മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. നിറപുത്തിരിക്കായി ശബരിമല നട തുറന്ന സമയമാണ് ഇത്. ഇടുക്കി കീരിത്തോട് സ്കൂൾ ജംഗ്ഷന് സമീപം മണ്ണും മരവും വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി കമ്പികളും മരം വീണിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് ഇതെല്ലാം സംഭവിച്ചത്. നേര്യമംഗലം മുതൽ അടിമാലി വരെ രാത്രി യാത്ര നിരോധിച്ചു. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്താണ് നടപടി. കോഴിക്കോട് കക്കയം ഡാമിന്റെ ഷട്ടർ തുറന്നു. കുറ്റിയാടി പുഴയിൽ നിലവിലുള്ള ജലനിരപ്പിൽ നിന്ന് ഏകദേശം 30 സെന്റിമീറ്റർ മുതൽ 180 സെന്റിമീറ്റർ വരെ വെള്ളം ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലകളിലും രാത്രിയും തോരാ മഴ തുടരുന്നതിനാൽ തന്നെ ജനജീവിതം ദുസ്സഹമായി. കനത്ത മഴയിലും കെടുതികളിലും പെട്ട് ഇന്നലെ 6 പേർ കൂടി മരണപ്പെട്ടതോടുകൂടി ആകെ മരണം 15ആയി ഉയർന്നു. ഇതിൽ 11 മരണങ്ങൾ മാത്രമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തും കൊല്ലത്തുമായി കടലിൽ വെള്ളം മറിഞ്ഞ് കാണാതായ 4 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇന്നും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം തുറന്ന 273 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 7674 ആളുകളെ പുനരധിവസിപ്പിച്ചതായി മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 30 വീടുകൾ പൂർണ്ണമായും 293 വീടുകൾ ഭാഗികമായും തകർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായി മുങ്ങിയ പത്തനംതിട്ടയിലെ റാന്നി, കോട്ടയത്തെ പാല, ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതേസമയം അപ്പർ കുട്ടനാട് മേഖലയിൽ ജലനിരപ്പ് ഉയരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. എറണാകുളം, പെരുമ്പാവൂർ, കുറുപ്പുംപടി, മേതല, മാലോട്ടിക്കടവ്, കൊറ്റംകുളത്ത് ശനിയാഴ്ച രാത്രി വൻ മണ്ണിടിച്ചിലുണ്ടായി. കൂടാതെ കാസർഗോഡ് ചെമ്പോത്തുമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഏക്കറുകൾ കണക്കിന് കൃഷിഭൂമിയാണ് നശിച്ചത്. ഒറ്റപ്പെട്ടിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് ഇന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിലെ ജനങ്ങൾ അതീവ ജാഗ്രത തുടരണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. 11 ജില്ലകളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ ശക്തമായി തുടരുന്നതിനാൽ തന്നെ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി മന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു കഴിഞ്ഞു. റാന്നി, കോഴഞ്ചേരി താലൂക്കുകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകട സാധ്യതയുള്ള കൂടുതൽ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു വരികയാണ്. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് മൂഴിയാർ ഡാമിലെ ജലനിരപ്പ് റെഡ് അലർട്ട് ലെവലായി 190 മീറ്ററിൽ എത്തി നിൽക്കുകയാണ്. ജലനിരപ്പ് ഡാമിന്റെ പരമാവധി സംഭരണശേഷിയായ 192.63 മീറ്ററിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം കക്കാട്ടാറിലേക്ക് ഒഴുകിവിടുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഡാം തുറന്നതുമൂലം കക്കാട്ടാറിന്റെ പമ്പാ നദിയിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ കക്കാട്ടാറിന്റെയും പമ്പാ നദിയുടെയും ഇരുകരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും
ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ അറിയിച്ചു. ഏത് സാഹചര്യത്തിലും നദിയിലിറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കളക്ടർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയും ദുരിത സാധ്യതയും കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം എന്നീ 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിച്ച മലയോര മേഖലകളിൽ ജനം അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. കൂടാതെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാനും ഇടിയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. 11 ജില്ലകളിലും 2 താലൂക്കിലും തിങ്കളാഴ്ച അവധിയാണ്. എന്തായാലും 11 ജില്ലകളിലും 2 താലൂക്കുകളിലുമാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു ജലബോംബ് പത്തനംതിട്ട ജില്ലയെ കാത്തിരിപ്പുണ്ട്. അതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ മിന്നൽ പ്രളയ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ ജലബോംബായി മാറുകയാണ് ചിറ്റാറിലെ കാരിക്കയം ജലവൈദ്യുത പദ്ധതി. കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ ലഘുമേഘ വിസ്ഫോടനത്തിൽ ഡാമിലേക്ക് ജലം കുതിച്ചെത്തി. എന്നാൽ ഡാം തുറന്നുവിടാനോ നാട്ടുകാർ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാനോ അധികൃതർ തയ്യാറായില്ലെന്നാണ് പരാതി. ചിറ്റാർ, ചപ്പാത്ത്, ശ്രീകൃഷ്ണപുരം, അതുപോലെ തന്നെ ജ്യോതിസ് നഗർ, മണക്കയം എന്നിവിടങ്ങളിലെ വീടുകളിലേക്ക് ജലം കുതിച്ചു കയറി. വീടുകളിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും നാശനഷ്ടം ഏറെ ഉണ്ടായി. ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ടാണ് ഡാം പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഡാമിന്റെ ലൈസൻസ് പുനഃപരിശോധിക്കണം, ഡാം സേഫ്റ്റി റിപ്പോർട്ട് പുറത്തുവിടണം, ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് നടപ്പിലാക്കണം, ഹൈക്കോടതി വിധി നടപ്പിലാക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് 4-ന് രാവിലെ ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രദേശവാസികളുടെ മാർച്ചും ഉപവാസ സമരവും നടക്കും. ചെറുകിട ജലവൈദ്യുത മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് ഈ ചിറ്റാറിലെ കാരിക്കയം ചെറുകിട ജലവൈദ്യുത പദ്ധതി. അയ്യപ്പ ഹൈഡ്രോ പവർ ലിമിറ്റഡ് എന്നും ഇതിന് പേരുണ്ട്. സമാജ്വാദി പാർട്ടി നേതാവായിരുന്ന അമർ സിംഗ്, അമിതാഭ് ബച്ചന്റെ ഭാര്യ ജയ ബച്ചൻ, നടിയും എംപിയുമായിരുന്ന ജയപ്രദ എന്നിവരുടെ നേതൃത്വത്തിലാണ് എനർജി ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് രൂപീകരിച്ച് കാരിക്കയം പദ്ധതി ആരംഭിച്ചത്. KSEBിക്ക് വൈദ്യുതി നൽകുന്ന പ്രധാന സ്രോതസ്സുകളിലൊന്നാണ് ഇത്. ചിറ്റാർ പഞ്ചായത്തിലെ ഈ കാരിക്കയത്ത് പമ്പാ നദിയുടെ പ്രധാന പോഷക നദിയായ ഈ കക്കാട്ടാറിന് കുറുകെ ഡാം നിർമ്മിച്ചാണ് വൈദ്യുത ഉൽപ്പാദിപ്പിക്കുന്നത്. 5 മെഗാവാൾട്ട് ശേഷിയുള്ള 3 ടർബൈനുകൾ 15 മെഗാവാൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. പ്രതിവർഷം ശരാശരി 70.24 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ മാതൃകാ പദ്ധതിയായി വിഭാവനം ചെയ്തതാണെങ്കിലും കാരിക്കയം EDCL പദ്ധതി നിരന്തരം വിവാദങ്ങളിലും പ്രാദേശിക പ്രതിഷേധങ്ങളിലുമാണുള്ളത്. മഴക്കാലത്ത് അണക്കെട്ടിലെ ജലനിരപ്പ് അനിയന്ത്രിതമായി ഉയർത്തുന്നത് കാരണം സമീപ പ്രദേശങ്ങളായ ഈ മണക്കയം, പാമ്പിനി ഭാഗങ്ങളിലെ ജനവാസ മേഖലകൾ വെള്ളത്തിനടിയിലാകുന്നു എന്ന പരാതി ജനങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്നു. ജനറേറ്ററുകളുടെ പ്രവർത്തനം നിർത്തിവെക്കുമ്പോഴോ വെള്ളം പൂർണ്ണമായി തിരിച്ചുവിടുമ്പോഴോ താഴ്ന്ന പ്രദേശങ്ങളിൽ പുഴ വറ്റിവരണ്ട കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തപ്പോൾ ഉടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം പൂർണ്ണമായി ലഭിച്ചില്ലെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന പരിസ്ഥിതി തകർച്ചയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ചെറുകിട അണക്കെട്ടുകളുടെ പ്രവർത്തനം സുതാര്യമാക്കണമെന്ന ആവശ്യം നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ശക്തമാക്കുകയാണ്. അതേസമയം റാന്നിയിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രളയക്കെടുതിക്ക് കാരണം മണിയാർ ബാരേജ് ആണെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി റാന്നി സ്വദേശി VV ജയകുമാർ 3 വർഷമായി അറ്റകുറ്റപ്പണിയുടെ പേരിൽ തുറന്നുവെച്ചിരിക്കുന്ന ബാരേജ് തുറക്കാൻ സാധ്യതയുണ്ടെന്ന അറിയിപ്പ് നൽകി സർക്കാരും തുറക്കാൻ വൈകിയെന്ന ആരോപണം ഉയർത്തി പ്രതിപക്ഷവും നാട്ടുകാരെ പറ്റിക്കുകയാണെന്ന് ജയകുമാർ പറയുകയാണ്. ഈ ഒരു പോസ്റ്റൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. മാത്രമല്ല ജനങ്ങളുടെ അവസ്ഥ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന ചോദ്യവും ഉയരുകയാണ്. 7 ഷട്ടറുകളാണ് മണിയാറിനുള്ളത്. അടിത്തട്ടിലെ ചെളി ഒഴുകിക്കളയാനുള്ള വാൽവുകളാണ് അതിൽ 2 കഴിഞ്ഞ 40 വർഷമായി അവ രണ്ടും ജാമാണ്. അധിക ജലം ഒഴുക്കിവിടാനുള്ളവയാണ് ബാക്കി 5 കഴിഞ്ഞ 3 വർഷമായി അവ അറ്റകുറ്റപ്പണിക്കായി അഴിച്ചുവെച്ചിരിക്കുന്നു. വാൽവുകളും അഴിച്ചുപണിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ 3 വർഷമായി ഒറ്റ ഷട്ടറുമില്ലാതെ കിടക്കുന്ന ഈ തടയണയാണ് തുറക്കാൻ സാധ്യത ഉണ്ട് എന്ന് വ്യാജ മുന്നറിയിപ്പ് നൽകി സർക്കാർ റാന്നിക്കാരെ പറ്റിക്കുന്നത്. ഷട്ടറില്ലാത്ത ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നെന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന ഉഡായിപ്പും കണ്ടു. ഭരിക്കുന്നവർക്കും പ്രതിഷേധിക്കുന്നവർക്കും എല്ലാം അറിയാം യാഥാർത്ഥ്യങ്ങൾ. പക്ഷേ മണിയാർ ഡാം എല്ലാവർക്കും ചക്കരക്കുടമാണ് എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്.
പോസ്റ്റ് നമുക്ക് നോക്കാം. 3 മാസങ്ങൾക്ക് മുൻപത്തെ മണിയാർ ഡാമിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് കഴിഞ്ഞ ദിവസം പകൽ 3-ന് എടുത്തതും മൂന്നാമത്തേത് ഇന്നലെ എടുത്തതുമാണ്. 7 ഷട്ടറുകളാണ് മണിയാറിനുള്ളത്. അടിത്തട്ടിലെ ചെളി ഒഴുക്കി കളയാനുള്ള വാൽവുകളാണ് അതിൽ 2 എണ്ണം. കഴിഞ്ഞ 40 വർഷമായി അവ രണ്ടും ജാമാണ്. അധിക ജലം ഒഴുക്കിവിടാനുള്ളവയാണ് ബാക്കി 5 എണ്ണം. കഴിഞ്ഞ 3 വർഷമായി അവ അറ്റകുറ്റപ്പണിക്കായി അഴിച്ചു വെച്ചിരിക്കുന്നു. വാൽവുകളും അഴിച്ചുപണിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ 3 വർഷമായി ഒറ്റ ഷട്ടറില്ലാതെ കിടക്കുന്ന ഈ തടയണയാണ് തുറക്കാൻ സാധ്യത ഉണ്ടെന്ന് വ്യാജ മുന്നറിയിപ്പ് നൽകി സർക്കാർ റാന്നിക്കാരെ പറ്റിക്കുന്നത്. അങ്ങനെ പറ്റിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ സർക്കാരെ എന്നും പറയുന്നുണ്ട്. ഷട്ടറില്ലാത്ത ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നെന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന ഉടായിപ്പും കണ്ടു. ഭരിക്കുന്നവർക്കും പ്രതിഷേധിക്കുന്നവർക്കും എല്ലാം അറിയാം യാഥാർത്ഥ്യങ്ങൾ. പക്ഷേ മണിയാർ ഡാം എല്ലാവർക്കും ചക്കരക്കുടമാണ്. മണിയാറിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുമായുള്ള ഡീലുകൾ മുതൽ ഷട്ടർ പണിയുടെ കരാറും അടിത്തട്ടിലെ ചെളി നീക്കണമെന്ന പേരിൽ നടന്ന മണലൂറ്റും വരെ കിഴക്കൻ മലയിലെ ഡാമുകൾ രാഷ്ട്രീയക്കാർക്ക് പണം കായ്ക്കുന്ന മരമാണ്. ഗവി, കക്കി, കൊച്ചുപമ്പ, ആനത്തോട്, മീനാറ്, മൂഴിയാറ്, അഴുങ്കൽ, കരിക്കയം, മണിയാറ് തുടങ്ങി ചെറുതും വലുതുമായ 10-ലധികം ഡാമുകളാണ് റാന്നിക്കാരുടെ തലയ്ക്ക് മുകളിൽ ജലബോംബുകളായി നിൽക്കുന്നത്. എല്ലായിടത്തെയും വെള്ളം അവസാനം ഒഴുകിയെത്തുന്നതാണ് മണിയാറ്. അതിന്റെ മാനേജ്മെന്റിൽ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചയ്ക്ക് വരെ റാന്നി മുതൽ കുട്ടനാട് വരെയുള്ള ജനം വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഡാമാണെന്ന് ഓർക്കണം. ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ അഴിച്ച് കരയ്ക്ക് വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക. ശക്തമായ മഴ അടുത്ത 3 മണിക്കൂറിൽ ഉണ്ടാകാമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.